ശാന്തി 3-3-21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സത്യസത്യമായ സത് ബാബയിൽ നിന്നും സത്യകഥ കേട്ട് നരനിൽ നിന്നും നാരായണൻ ആകുന്നു. നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ചോദ്യം: ബാബയുടെ ഏത് ആജ്ഞ പാലിക്കുന്ന കുട്ടികൾ തന്നെയാണ് പവിഴ ബുദ്ധി ആകുന്നത്? ഉത്തരം: ബാബയുടെ ആജ്ഞയാണ് ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറന്ന് ബാബയെയും രാജധാനിയും ഓർമ്മിക്കൂ. ഇതാണ് സദ്ഗതിക്ക് വേണ്ടി സദ്ഗുരുവിൻ്റെ ശ്രീമത്. ആര് ഈ ശ്രീമത് പാലിക്കുന്നു, അതായത് ദേഹി അഭിമാനിയാകുന്നു, അവർ തന്നെയാണ് പവിഴ ബുദ്ധി ആകുന്നത്. ഗീതം: ഇന്ന് അന്ധകാരത്തിലാണ് നമ്മൾ മനുഷ്യർ. ഓം ശാന്തി. ഇത് കലിയുഗി ലോകമാണ്. എല്ലാവരും അന്ധകാരത്തിലാണ്. ഇതേ ഭാരതം പ്രകാശത്തിലായിരുന്നു. ഈ ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ഇതേ ഭാരതവാസികൾ ഇപ്പോൾ സ്വയം ഹിന്ദു എന്ന് പറയുന്നു. ഇവർ യഥാർത്ഥത്തിൽ ദേവീ ദേവന്മാരായിരുന്നു. ഭാരതവാസികൾ സ്വർഗവാസികളായിരുന്നു. അപ്പോൾ ഒരു ധർമ്മവും ഉണ്ടായിരുന്നില്ല, ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. സ്വർഗം, വൈകുണ്ഠം, ബഹിഷ്ട്, ഹെവൻ, ഇതെല്ലാം ഭാരതത്തിൻ്റെ നാമങ്ങളായിരുന്നു. ഭാരതം പ്രാചീനവും പവിത്രവും വളരെ വളരെ സമ്പന്നവുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഭാരതം ദരിദ്രമാണ്. കാരണം ഇപ്പോൾ കലിയുഗിയാണ്. അത് സത്യയുഗം ആയിരുന്നു. നിങ്ങളെല്ലാവരും ഭാരതവാസികളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ അന്ധകാരത്തിലാണ്. സ്വർഗത്തിലായിരുന്നപ്പോൾ പ്രകാശത്തിലായിരുന്നു. സ്വർഗത്തിലെ രാജരാജേശ്വരനും രാജരാജേശ്വരിയും ലക്ഷ്മി നാരായണൻ ആയിരുന്നു. അതിനെ സുഖധാമം എന്ന് പറയുന്നു. പുതിയവർ വരുമ്പോൾ ബാബ പിന്നെ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയിൽ നിന്നും തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടേണ്ടത്. അതിനെ ജീവൻ മുക്തി എന്ന് പറയുന്നു. ഇപ്പോൾ എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. വിശേഷിച്ച് ഭാരതവും പൊതുവായി ലോകവും രാവണൻ്റെ ജയിലിൽ ശോകവാടികയിലാണ്. രാവണൻ ലങ്കയിലായിരിക്കുകയും രാമൻ ഭാരതത്തിലായിരിക്കുകയും രാവണൻ വന്ന് സീതയെ അപഹരിക്കുകയും ചെയ്തു എന്നല്ല. ഇതെല്ലാം കെട്ടുകഥകളാണ്. ഗീതയാണ് മുഖ്യം. സർവശാസ്ത്രങ്ങളുടെയും ശിരോമണി ശ്രീമത് എന്നാൽ ഭഗവാൻ കേൾപ്പിച്ച ഗീത. മനുഷ്യന് ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ ജീവൻ മുക്ത ദേവീ ദേവതകൾ ഉണ്ടായിരുന്നു. അവർ ഈ സമ്പത്ത് കലിയുഗ അന്ത്യത്തിൽ നേടിയിരുന്നു. ഭാരതത്തിന് ഇതറിയില്ലായിരുന്നു. ഏതെങ്കിലും ശാസ്ത്രങ്ങളിലുമില്ല. ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിന് വേണ്ടിയാണ്. അതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ ജ്ഞാനമാണ്. സദ്ഗതി മാർഗത്തിൻ്റെ ജ്ഞാനം മനുഷ്യരിലില്ല. ബാബ പറയുന്നു, മനുഷ്യന് മനുഷ്യൻ്റെ ഗുരുവാകാൻ സാധിക്കില്ല. ഗുരുവിന് സദ്ഗതി നൽകാൻ സാധിക്കില്ല. ആ ഗുരു ഭക്തി ചെയ്യൂ, ദാനപുണ്യം ചെയ്യൂ എന്ന് പറയും. ഭക്തി ദ്വാപരം മുതൽ നടന്നു വരുന്നു. സത്യയുഗത്തിലും ത്രേതായിലും ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയാണ്. അവിടെ ജ്ഞാനം തുടർന്നു വരുന്നു എന്നല്ല. ഭാരതത്തിനുണ്ടായിരുന്ന ഈ സമ്പത്ത് ബാബയിൽ നിന്നും സംഗമത്തിൽ തന്നെയാണ് ലഭിച്ചിരുന്നത്. അത് വീണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവാസികൾ നരകവാസിയും മഹാദുഃഖികളും ആയി മാറുന്നു. അപ്പോഴാണ് ഹേ പതീത പാവന, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ എന്ന് വിളിക്കുന്നത്. ആരുടെയാണ്? സർവരുടെയും. കാരണം വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി ലോകത്തിലും 5 വികാരങ്ങൾ തന്നെയാണ്. ബാബയാണ് പതീത പാവനൻ. ബാബു പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ
കൽപ്പത്തിൻ്റെ സംഗമത്തിൽ വരുന്നു. സർവരുടെയും സദ്ഗതിദാതാവാകുന്നു. അബലകൾ, അഹല്യമാർ, ഗണികമാർ, ഗുരുക്കന്മാർ അവരെയും എനിക്ക് ഉദ്ധരിക്കേണ്ടതുണ്ട്. കാരണം ഇത് പതീത ലോകമാണ്. പാവന ലോകം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. ഇവർ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു എന്നത് ഭാരതവാസികൾ അറിയുന്നില്ല. പതീത ഖണ്ഡം എന്നാൽ അസത്യഖണ്ഡം, പാവനഖണ്ഡം എന്നാൽ സത്യഖണ്ഡം. ഭാരതം പാവനഖണ്ഡമായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ സൂര്യവംശി ഡിനൈസ്റ്റി ഉണ്ടായിരുന്നു. ഈ ഭാരതം അവിനാശി ഖണ്ഡമാണ്. ഒരിക്കലും അത് വിനാശമാകുന്നില്ല. എപ്പോഴാണോ ഇവരുടെ രാജ്യം ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. അവയെല്ലാം പിന്നീടാണ് വരുന്നത്. ശാസ്ത്രങ്ങളിൽ വരുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് കൽപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതാണ് എന്നെഴുതിയിരിക്കുന്നു. ബാബ പറയുന്നു, കൽപ്പം ലക്ഷം വർഷങ്ങളുടേതല്ല, സത്യയുഗം ലക്ഷം വർഷങ്ങളുടേതുമല്ല. കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. മനുഷ്യൻ 84 ലക്ഷം ജന്മങ്ങൾ എടുക്കുന്നു എന്നതും പിന്നെ പറയുന്നു. മനുഷ്യനെ നായും പൂച്ചയും മറ്റും ആക്കിയിരിക്കുന്നു. എന്നാൽ അവരുടെ ജന്മം വേറെയാണ്. 84 ലക്ഷം വെറൈറ്റിയാണുള്ളത്. മനുഷ്യരുടെ വെറൈറ്റി ഒന്നാണ്. മനുഷ്യന് തന്നെയാണ് 84 ജന്മങ്ങൾ. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു. ഭാരതവാസികൾ തൻ്റെ ധർമ്മത്തെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് മറന്നുപോയി. കലിയുഗ അന്ത്യത്തിൽ തികച്ചും പതീതമായിരിക്കുന്നു. പിന്നെ ബാബ വന്ന് സംഗമത്തിൽ പാവനമാക്കുന്നു. ഇതിനെ പറയുന്നത് ദുഃഖധാമം എന്നാണ്. വീണ്ടും സുഖധാമത്തിൽ പാർട്ടുണ്ടാകും. ബാബ പറയുന്നു, ഹേ കുട്ടികളെ, ഭാരതവാസികളായ നിങ്ങൾ തന്നെയാണ് സ്വർഗവാസിയായിരുന്നത്. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങളുടെ പടികൾ ഇറങ്ങുന്നു. സതോയിൽ നിന്നും രജോ തമോയിലേക്ക് തീർച്ചയായും വരേണ്ടതുണ്ട്. ദേവതമാരായ നിങ്ങളുടെ അത്രയും ധനികരും എവർ ഹാപ്പിയും എവർ ഹെൽത്തിയുമായി ആരും തന്നെയില്ല. ഭാരതം എത്ര സമ്പന്നമായിരുന്നു! വജ്രവൈഡൂര്യങ്ങൾ വലിയ വലിയ കല്ലുകൾ പോലെ ഉണ്ടായിരുന്നു. എത്ര എണ്ണം പൊട്ടിപ്പോയി! ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി വരുത്തുകയാണ്. നിങ്ങളെ എത്ര ധനികരാക്കിയിരുന്നു! നിങ്ങൾ സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവും ആയിരുന്നു. യഥാ രാജാറാണി. ഇവരെ ഭഗവാൻ ഭഗവതി എന്നും പറയുക സാധ്യമല്ല. എന്നാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഭഗവാൻ ഒന്നാണ്, അത് അച്ഛനാണ്. കേവലം ഈശ്വരൻ എന്നും പ്രഭു എന്നും പറയുന്നതിലൂടെ സർവ ആത്മാക്കളുടെയും പിതാവാണ് എന്ന ഓർമ്മ വരുന്നില്ല. ഇത് പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭാരതവാസികളായ നിങ്ങൾ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ബാബ എപ്പോൾ വന്നിരുന്നു അതാരും അറിയുന്നില്ല. അയൺ ഏജ്ഡ് കല്ലുബുദ്ധിയാണ്. പാരസ്നാഥനായിരുന്നു. ഈ സമയം പത്ഥരനാഥനാണ്. നാഥൻ എന്നും പറയുകയില്ല, കാരണം രാജാവും റാണിയുമല്ല. ആദ്യം ഇവിടെ ദൈവിക രാജസ്ഥാനം ആയിരുന്നു, പിന്നെ ആസുരീയ രാജ്യമാകുന്നു. ഇത് കളിയാണ്. അതാണ് പരിധിയുള്ള ഡ്രാമ, ഇതാണ് പരിധിയില്ലാത്ത ഡ്രാമ. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആദ്യം മുതൽ അന്ത്യം വരെ നിങ്ങൾ ഇപ്പോൾ അറിയുന്നു, മറ്റാരും അറിയുന്നില്ല. ഭാരതത്തിൽ ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ സൃഷ്ടിയുടെയും അധികാരികളായിരുന്നു. ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബാബ ഭാരതവാസികൾക്ക് സ്മൃതി വരുത്തുന്നു. സത്യയുഗത്തിൽ ആദി സനാതന ദേവീ ദേവത, ഇവരുടേത് ശ്രേഷ്ഠ ധർമ്മവും ശ്രേഷ്ഠ കർമ്മവുമായിരുന്നു. പിന്നെ 84 ജന്മങ്ങളിൽ ഇറങ്ങേണ്ടി വരുന്നു.
ബാബ ഇരുന്ന് ഈ കഥ കേൾപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ഒരാളുടെ കാര്യമല്ല. യുദ്ധമൈതാനമോ മറ്റോ ഇല്ല. ഭാരതവാസികൾ ഇത് മറന്നുപോയി. ഇവരുടെ, അതായത് ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു. സത്യയുഗത്തിൻ്റെ ആയുസ് നീട്ടിയത് കാരണം വളരെയധികം ദൂരെ കൊണ്ടുപോയി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യനെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. മനുഷ്യന് മനുഷ്യൻ്റെ സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവും പതീതരെ പാവനമാക്കുന്നവനും ഒന്നാണ് എന്ന് ചൊല്ലുണ്ട്. ഇതാണ് അസത്യഖണ്ഡം. സത്യമായ ബാബ സത്യഖണ്ഡം സ്ഥാപിക്കുന്നവനാണ്. ഭക്തർ പൂജിക്കുന്നു. പക്ഷേ ഭക്തിമാർഗത്തിൽ ആരുടെയെല്ലാം പൂജ ചെയ്തു വന്നുവോ ഒരാളുടെ പോലും ബയോഗ്രഫി അറിയുന്നില്ല. ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്. ബാബ പുതിയ ലോകത്തിൻ്റെ രചയിതാവാണ്. ഹെവൻലി ഗോഡ് ഫാദറാണ്. പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. സത്യയുഗത്തിൽ സുഖമുണ്ടായിരുന്നു. അത് എങ്ങനെ ആര് സ്ഥാപിച്ചു? നരകവാസികളെ സ്വർഗവാസി ആക്കി മാറ്റി. ഭ്രഷ്ടാചാരികളെ ശ്രേഷ്ഠാചാരി ദേവതയാക്കി മാറ്റി. ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. കുട്ടികളായി നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. പിന്നെ നിങ്ങളെ ആരാണ് പതീതമാക്കുന്നത്? ഈ രാവണൻ. സുഖവും ദുഃഖവും ഈശ്വരനാണ് നൽകുന്നത് എന്ന് മനുഷ്യർ പറയുന്നു. ബാബ പറയുന്നു, ഞാൻ സർവർക്കും സുഖമാണ് നൽകുന്നത്. പകുതി കൽപ്പം പിന്നെ നിങ്ങൾ ബാബയെ സ്മരിക്കുകയില്ല. പിന്നെ എപ്പോഴാണോ രാവണ രാജ്യമുണ്ടാകുന്നത് അപ്പോൾ സർവരെയും പൂജിക്കുവാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. ബാബ നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. നിങ്ങൾ 21 ജന്മത്തേക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടുവാൻ വന്നിരിക്കുന്നു. അതായത് സത്യമായ ബാബയിൽ നിന്നും സത്യകഥ അഥവാ നരനിൽ നിന്നും നാരായണൻ ആകുന്ന ജ്ഞാനം കേൾക്കുന്നു. ഇതാണ് ജ്ഞാനം, അതാണ് ഭക്തി. ഈ സ്പിരിച്വൽ നോളജ് സുപ്രീം ആത്മാവ് വന്ന് നൽകുന്നു. കുട്ടികൾക്ക് ദേഹി അഭിമാനി ആകേണ്ടി വരും. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവ് ബാബ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആത്മാക്കളെല്ലാം പരംധാമത്തിൽ നിന്നും പാർട്ട് അഭിനയിക്കുവാൻ ശരീരത്തിലേക്ക് വരുന്നു. ഇതിനെ കർമ്മക്ഷേത്രം എന്ന് പറയുന്നു. വളരെ ഭാരിച്ച കളിയാണ്. ആത്മാവിൽ മോശവും നല്ലതുമായ സംസ്കാരമുണ്ട്. അതനുസരിച്ച് തന്നെയാണ് മനുഷ്യന് നല്ലതോ മോശമോ ആയ ജന്മം ലഭിക്കുന്നത്. ഈ ഒന്ന് പാവനമായിരുന്നു, ഇപ്പോൾ പതീതമാണ്. തത്വം, അതായത് നീ അതാകുന്നു. പിതാവായ എനിക്ക് ഈ അന്യ രാവണന്റെ ലോകത്തിൽ പതീത ശരീരത്തിൽ വരേണ്ടി വരുന്നു. ആർക്കാണോ ആദ്യ നമ്പറിലേക്ക് പോകേണ്ടത് ആ ഒന്നിൽ തന്നെയാണ് വരേണ്ടത്. സൂര്യവംശികൾ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇതാണ് ബ്രഹ്മാവും ബ്രാഹ്മണരും. ബാബ ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ കല്ല് ബുദ്ധിയെ പവിഴ ബുദ്ധി ആക്കുക നിസ്സാര കാര്യമല്ല. ഹേ ആത്മാക്കളെ, ഇപ്പോൾ ദേഹി അഭിമാനിയാകൂ. ഹേ ആത്മാക്കളെ, ഒരു ബാബയെ ഓർമ്മിക്കൂ, രാജധാനിയെ ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ സംബന്ധങ്ങളെ ഉപേക്ഷിക്കൂ, എങ്കിൽ പവിഴ ബുദ്ധിയായി മാറും. എല്ലാവർക്കും മരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഒരു സദ്ഗുരു അല്ലാതെ മറ്റാരും സർവരുടെയും സദ്ഗതിദാതാവുക സാധ്യമല്ല.
ബാബ പറയുന്നു, ഹേ ഭാരതവാസികളായ കുട്ടികളെ, നിങ്ങൾ ആദ്യം പവിഴ ബുദ്ധിയായിരുന്നു. ആത്മാവും പരമാത്മാവും വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഭാരതവാസികളായ നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ് വന്നത്. മറ്റ് ധർമ്മത്തിലുള്ളവർ പിന്നീടാണ് വന്നത്. അപ്പോൾ അവരുടെ ജന്മങ്ങളും കുറവായിരിക്കും. മുഴുവൻ സൃഷ്ടിയുടെയും വൃക്ഷം എങ്ങനെ തിരിയുന്നു അത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആർക്ക് ധാരണ ചെയ്യുവാൻ സാധിക്കുമോ അവരെ സംബന്ധിച്ച് വളരെ സഹജമാണ്. ആത്മാവാണ് ധാരണ ചെയ്യുന്നത്. പുണ്യാത്മാവും പാപാത്മാവും ആത്മാവാണാകുന്നത്. നിങ്ങളുടെ അന്തിമ 84ാമത്തെ ജന്മമാണ്. നിങ്ങൾ വാനപ്രസ്ഥ അവസ്ഥയിലാണ്. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ മന്ത്രം സ്വീകരിക്കുന്നതിനായി ഗുരുവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ പുറമേയുള്ള മനുഷ്യ ഗുരുക്കന്മാരെ സ്വീകരിക്കേണ്ടതില്ല. ഞാൻ നിങ്ങളേവരുടെയും പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. എന്നെ പറയുന്നത് തന്നെ ഹേ പതീത പാവന ശിവ് ബാബ എന്നാണ്. ഇപ്പോൾ സ്മൃതി വന്നു കഴിഞ്ഞു. സർവ ആത്മാക്കളുടെയും പിതാവാണിത്. ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. കാരണം അമരമാണ്. സർവ ആത്മാക്കളിലും പാർത്തടങ്ങിയിട്ടുണ്ട്. ബാബയും സത്യമാണ്, ചൈതന്യമാണ്. ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം ആയത് കാരണം പറയുന്നു, ഞാൻ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അതിനാൽ എന്നെ നോളജ്ഫുൾ എന്ന് പറയുന്നു. ബീജത്തിൽ നിന്നും വൃക്ഷം എങ്ങനെയാണ് വരുന്നത് എന്നതിൻ്റെ മുഴുവൻ നോളജും നിങ്ങൾക്കുണ്ട്. വൃക്ഷം വളരുന്നതിന് സമയമെടുക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ബീജരൂപമാണ്. അന്തിമത്തിൽ മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥ പ്രാപിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല, പ്രായേണ ലോപിച്ചിരിക്കുന്നു. ദേവീ ദേവതാ ധർമ്മം മറഞ്ഞു പോകുമ്പോൾ ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്ത് ബാക്കി എല്ലാത്തിൻ്റെയും വിനാശം ചെയ്യിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ബാബ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് ഭ്രഷ്ടാചാരിയിൽ നിന്നും ശ്രേഷ്ഠാചാരി ദേവതയാകുവാനാണ്. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിന് എൻഡ് ഉണ്ടാകുന്നില്ല. ബാബ വരുന്നു. ആത്മാക്കളെല്ലാം ബ്രദേഴ്സാണ്. മൂലവതനത്തിൽ വസിക്കുന്നവരാണ്. ആ ഒരു ബാബയെ തന്നെയാണ് സർവരും ഓർമ്മിക്കുന്നത്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു. രാവണ രാജ്യത്തിൽ ദുഃഖമാണ്, ഇവിടെ സ്മരിക്കുന്നു. സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ ഒന്നാണ്. ആ ഒന്നിൻ്റെ മഹിമയാണ്. ബാബ വരുന്നില്ല എങ്കിൽ ആര് പാവനമാക്കുവാനാണ്? ക്രിസ്ത്യൻസ്, ഇസ്ലാമി തുടങ്ങിയ ഏതെല്ലാം മനുഷ്യരുണ്ടോ ഈ സമയം സർവരും തമോ പ്രധാനമാണ്. സർവർക്കും പുനർജന്മങ്ങൾ തീർച്ചയായും എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പുനർജന്മം നരകത്തിലാണ് ലഭിക്കുന്നത്. സുഖത്തിലേക്ക് പോകുന്നു എന്നല്ല. സ്വർഗവാസിയായി എന്ന് ഹിന്ദു ധർമ്മത്തിലുള്ളവർ പറയുന്നു. അപ്പോൾ തീർച്ചയായും നരകത്തിലായിരുന്നല്ലോ. ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോയി. നിങ്ങളുടെ വായി മധുരിതമാക്കുന്നു, അതായത് സന്തോഷിക്കണം എന്നർത്ഥം. സ്വർഗവാസിയായി എങ്കിൽ പിന്നെ അവർക്ക് നരകത്തിലെ ആസുരീയ വൈഭവങ്ങൾ എന്തിനു കഴിപ്പിക്കുന്നു? പിതൃക്കളെ കഴിപ്പിക്കാറുണ്ടല്ലോ. ബംഗാളിൽ മത്സ്യവും മുട്ടയും മറ്റും കഴിപ്പിക്കുന്നു. അവർക്ക് ഇതെല്ലാം കഴിക്കേണ്ട എന്താവശ്യമാണ്? തിരിച്ചു പോകാൻ സാധിക്കില്ല. ആദ്യ നമ്പറിലുള്ളവർക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഈ ജ്ഞാനത്തിൽ ഒരു പ്രയാസവുമില്ല. ഭക്തിമാർഗത്തിൽ എത്ര പ്രയാസമാണ്! രാമ രാമ എന്ന് ജപിച്ച് രോമാഞ്ചമുണ്ടാകുന്നു. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഈ സൂര്യനും ചന്ദ്രനുമെല്ലാം പ്രകാശം പരത്തുന്നവയാണ്. ഇവ ദേവതയല്ല. വാസ്തവത്തിൽ
ജ്ഞാനസൂര്യൻ, ജ്ഞാനചന്ദ്രൻ, ജ്ഞാനനക്ഷത്രങ്ങൾ, ഇത് ഇവിടുത്തെ മഹിമയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ അന്തിമ 84ാമത്തെ ജന്മത്തിൽ ഒരു പാപകർമ്മവും, അതായത് വികർമ്മവും ചെയ്യരുത്. പുണ്യ ആത്മാവാകാനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. സമ്പൂർണ്ണ പാവനമാകണം. തൻ്റെ ബുദ്ധിയെ പവിഴബുദ്ധിയാക്കുന്നതിനായി ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറന്ന് ദേഹി അഭിമാനി ആകുന്ന അഭ്യാസം ചെയ്യണം. വരദാനം: കമ്പനിയെയും കമ്പാനിയനെയും മനസ്സിലാക്കി കൂട്ടുകെട്ട് നിറവേറ്റുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഡ്രാമയുടെ ഭാഗ്യമനുസരിച്ച് കുറച്ച് ആത്മാക്കളായ താങ്കൾക്ക് തന്നെയാണ് സർവപ്രാപ്തികളും ചെയ്യിക്കുന്ന ശ്രേഷ്ഠ ബ്രാഹ്മണരുടെ കമ്പനി ലഭിച്ചിരിക്കുന്നത്. സത്യമായ ബ്രാഹ്മണരുടെ കമ്പനി കയറുന്ന കല ഉള്ളതായിരിക്കും. അവർ ഒരിക്കലും നിശ്ചലമാകുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ട് കൂടുകയില്ല. അവർ സദാ ശ്രേഷ്ഠ കമ്പനിയിൽ ഇരുന്നു കൊണ്ട് ഒരു ബാബയെ തൻ്റെ കമ്പാനിയനാക്കി ആ ഒന്നിനോട് തന്നെ പ്രീതിയുടെ രീതി നിറവേറ്റുന്നു. അവർ തന്നെയാണ് ശ്രേഷ്ഠ ഭാഗ്യശാലികൾ. സ്ലോഗൻ: മനസ്സിനെയും ബുദ്ധിയെയും ഒരേ ഒരു പവർഫുൾ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിക്കുക. ഇതാണ് ഏകാന്തവാസിയാവുക എന്നത്. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു.
ശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.